ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗിരീൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വരികയാണല്ലേ. കുഞ്ഞ് വരുന്നതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഭാനുപ്പം നമ്മുടെ മഞ്ജുവിന് നേരത്തേക്ക് വെറുതെ വെറുതെ ആയിരുന്നു സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ മോന് ഒരു പേരക്കുട്ടി വരാൻ പോണെന്ന് അറിഞ്ഞപ്പോൾ ഭാനുമ്മ ആ സ്വഭാവമൊക്കെ മാറ്റി നമ്മുടെ മഞ്ജുവിനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്വപ്നയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. ഇനി അമ്മ അഭിനയിക്കുകയാണോ അതോ യാഥാർത്ഥ്യമാണോ ഒന്നും അറിയാണ്ട് നമ്മുടെ സ്വപ്ന അങ്ങോട്ട് കിളിവിട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ സ്വപ്ന നമ്മുടെ ശാലിനെ വിളിക്കുകയാണ്. ശാലിനെ വിളിച്ചിട്ട് നീ ഒരു കാര്യം അറിഞ്ഞോ, മഞ്ജു പ്രഗ്നന്റ് ആണ്, ഇവിടെ ഒരു കുട്ടി വരാൻ പോവുകയാണ്, നീ എന്തെങ്കിലും അറിഞ്ഞോ പറഞ്ഞിട്ട് ശാലിനോട് ചോദിക്കണം. അപ്പോൾ ശാലിനി പറയും, ഞാൻ അറിഞ്ഞു, അവൻ സ്വീറ്റ്സും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പറയണേ. അപ്പം നമ്മുടെ സ്വപ്ന പറയും, നമുക്ക് അവളിനെ എങ്ങനെയും കൊല്ലണം പറഞ്ഞിട്ട് പറയണം. ആ നിന്റെ പ്ലാൻ അതാണല്ലേ, എൻ്റെയും അതന്നെയാണ് പ്ലാന്, ഞാൻ എനിക്കൊരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടി ശാലിനി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം. എന്ത് ഐഡിയ ആണ് നീ പറയാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറയണം. ഞാൻ എനിക്കൊരു വിഷം തരാം. വിഷോ? അപ്പോ അത് ഞാൻ ചെയ്യില്ല, നീ ചെയ്യണം. എനിക്കെന്തായാലും ആ ഒരു കൊല്ലണം എന്നുള്ള ഇതുണ്ടല്ലോ, ഇത് കഴിച്ചു പറഞ്ഞാൽ ആരും ഒന്നും അറിയാൻ പോണില്ല, അവളും ചാവും അവളുടെ കുട്ടിയും അപ്പം തന്നെ ചാവും, ആ സ്പോട്ടിൽ തന്നെ ചാവുന്ന പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. എന്നാലേ എനിക്കൊരു പേടി പറഞ്ഞിട്ട് സ്വപ്ന പറയുന്നുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇത് കഴിച്ചു പറഞ്ഞാൽ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും അവള് വിഷം കഴിച്ചിട്ട് മരിച്ചു എന്ന് പറയില്ല, എന്തെങ്കിലും പറ്റിയിട്ട് മരിച്ചു എന്നേ പറയുള്ളൂ, അങ്ങനത്തെ വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ എന്നാ ഓക്കെ, ഞാൻ ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്തായാലും അവളിനെ ഇല്ലാണ്ടാക്കണം, അവളുടെ കുട്ടിനെ ഇല്ലാണ്ടാക്കണം, എനിക്ക് എന്നാലും ഇവിടെ സ്വസ്ഥത ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്ന പറയണം കേട്ടോ. എന്നാൽ ശരി, ഞാൻ എനിക്ക് വിഷം കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ശാലിനി പറയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഭാനുമ്മയാണെങ്കിൽ അങ്ങോട്ട് മരുമകളെ സ്നേഹിച്ച് കൊല്ലുക പോലെയാണ് കേട്ടോ. സ്നേഹം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ മഞ്ജു. എല്ലാം ഇവിടുന്ന് സ്നേഹമാണ്. ഗിരിയാണെങ്കിൽ അതിലേറെ സ്നേഹം, ഭാനുമ്മയാണെങ്കിൽ അതിലേറെ സ്നേഹം. സ്വപ്നം മാത്രമേ ഇപ്പൊ സ്നേഹിക്കാൻ നടക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഭാനുമ്മ മരുമോൾക്ക് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പായസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്വപ്ന അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവള് കൈയിടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വിഷം ഇടാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ നീ മാറി നിൽക്കട്ടെ, നീ എന്തിനാ ഇതിൽ കൈയിടുന്നത്, ഞാൻ അത് എൻ്റെ പേരക്കുട്ടിക്കും മഞ്ജുവിനും കൊടുക്കാൻ വേണ്ടിയാണ്, നീ എന്തിനാ ഇതിൽ കൈയിടണം വേണ്ടി ചോദിക്കുക. ഇല്ല അമ്മേ, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ, നീ ഒന്നും നോക്കണ്ട, നീ എന്തിനാ നോക്കണു പറഞ്ഞിട്ട് അവളെ ചീത്ത പറഞ്ഞിട്ട് ആട്ടി വിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാനുമ്മ എന്തോ പാത്രം ഒന്ന് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ തക്കത്തിന് സ്വപ്ന അതിക്ക് വിഷം കലർത്തുക എന്നിട്ട് നന്നായി ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഭാനുമ്മ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല തോന്നിയിട്ട് ആള് കൊണ്ട് കൊടുക്കണം. അവിടെയാണെങ്കിൽ നമ്മുടെ മഞ്ജുവിൻ്റെ തല ചീകി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഗിരി. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ചേച്ചിക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം കിട്ടിയിരിക്കണത്, എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. പക്ഷെ എനിക്ക് ഉള്ളുകൊണ്ട് മാത്രം സന്തോഷിക്കാൻ പറ്റുള്ളൂ, വെളിയിൽ അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ വന്നിരിക്കണം പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ സ്വപ്നം കയറി വരും. എന്തിനാ ഗിരിയേട്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കണത്, ഓ നീക്കെന്താണ്, ഞാൻ എൻ്റെ ഭാര്യനോടല്ലേ ചെയ്യണത്, എനിക്ക് എന്താണ് പറഞ്ഞിട്ട് ചോദിക്കണം. അപ്പോൾ നമ്മുടെ ഭാനുമ്മ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, പായസം കൊണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് പായസം കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടതും ഗിരി, അതാ പാൽപ്പായസം, എനിക്ക് താ അമ്മയോട് പറയാം, പോടാ എനിക്കൊന്നും അല്ല, എൻ്റെ പേരക്കുട്ടിക്ക് മഞ്ജുവിന് വേണ്ടിയാണ്, നീ വേണമെങ്കിൽ വേറെ പോയി എടുത്ത് കഴിക്ക്. അതെന്താ അമ്മ ഇങ്ങനെ, എല്ലാം എനിക്കായിരുന്നു അമ്മ നേരത്തെ തന്നുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ആയത്. ഇനിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ആദ്യം ഞാൻ മരുമകൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്, അത് ഞാൻ അവൾക്ക് ആദ്യം കൊടുക്കട്ടെ എന്നിട്ട് പറയണം. എന്നിട്ട് മഞ്ജുവിൻ്റെ അടുത്ത് പറയും, മോളെ ഇത് നീ ഉണ്ടാക്കിയ പോലെ ഒന്നും വരില്ല, എന്നാലും എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, എന്നാലും നീ കഴിച്ചോ, അതൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിന് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ജു കുടിക്കാൻ നേരത്ത് നമ്മുടെ ഗിരി അത് തട്ടിപ്പറിക്കുന്നത്, താ മഞ്ജു ഞാൻ ഒന്ന് കഴിക്കട്ടെ, ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് നീ കഴിച്ചാൽ മതി എന്ന് പറയണം. അത് പറ്റില്ല ഗിരിയേട്ടൻ, എനിക്ക് തന്നെ കഴിക്കണം, എനിക്കല്ലേ എൻ്റെ അമ്മ കൊണ്ടുവന്നത്, അപ്പം ഞാൻ കഴിച്ചിട്ട് ഗിരിയേട്ടൻ തരാമെന്നൊക്കെ പറയണം. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ട് പിടിവാശി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജുവിനെ തട്ടിപ്പറിച്ച് ഗിരി വാങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നം അത് കണ്ടുകൊണ്ട് നിൽക്കണം. അതോ ഗിരിയേട്ടൻ അത് കഴിക്കുമോ, എനിക്ക് പേടിയാവണോ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെയും നമ്മുടെ ഗിരിൻ്റെ മഞ്ജുവും പറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും പരസ്പരം തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നയ്ക്ക് ദേഷ്യം വന്നിട്ട്, എനിക്കെന്താ ഇവർ രണ്ടാളും ചത്താലും എനിക്കൊരു കുഴപ്പമില്ല, അവരെന്തോ ചെയ്യട്ടെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം അങ്ങോട്ട് കയറിപ്പോകും കേട്ടോ. അവിടെ നിൽക്കണില്ല, ദേഷ്യം വന്നിട്ട് കയറിപ്പോകും, അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കണില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ മഞ്ജു പറയും, എന്ന് നമുക്ക് ഗിരിയേട്ട ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാളും കൂടി ഒപ്പം കഴിക്കാം, തുല്യമായിട്ട് കഴിക്കാം. വേണ്ട മഞ്ജു, നീ കഴിച്ചോ, എൻ്റെ കുട്ടിക്ക് വേണ്ടിയല്ലേ നീ കഴിക്കണം, നീ കഴിച്ചോ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു കഴിക്കാൻ വേണ്ടി കൊടുക്കാണ്ട് നമ്മുടെ ഞാൻ ഭാര്യ തരാം മഞ്ജു പറഞ്ഞിട്ട് ഗിരി വായിക്ക്
ഇടാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ ഭാനുമ്മ അവിടുന്ന് കൊടുത്തിട്ട് പോയി കേട്ടോ. പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ഭാനുമ്മയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ എന്തോ പായസത്തിന് എന്തോ പറ്റിയിരുന്നു പറഞ്ഞിട്ട് ഭാനുമ്മ വന്നതും ആ ഗ്ലാസ്സിൽ തട്ടുകയാണ് കേട്ടോ. തട്ടുന്ന ഒരു സീൻ നന്നായി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മ കാട്ടിയത്, എന്തിനാ ഇത് തട്ടിക്കളഞ്ഞ്? അല്ല മോനെ, എനിക്കത് കഴിച്ചപ്പോൾ എന്തോ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു, അതിലെന്തോ പ്രശ്നമുണ്ട്, നീ കഴിക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ തട്ടിക്കളഞ്ഞാണ് പറഞ്ഞിട്ട് പറയണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമ പറയുന്നുണ്ട്, വേഗം നമുക്ക് ഭാനുമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്തോ ഭാനുമ്മൻ്റെ വയറ്റിൽ വിഷം കിടന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പറയണം. അതൊക്കെ വന്നിട്ട് വീട്ടിൽ പറയണം. അമ്മേൻ്റെ വയറ്റിൽ എന്തോ വിഷം കിടന്നിട്ടുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല പറഞ്ഞിട്ട് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വപ്ന, വിഷോ എന്താണ് പറഞ്ഞിട്ട് അത്ഭുതത്തോട് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും സ്വപ്നം നോക്കണം. സ്വപ്ന അത് ചെയ്തെന്ന് തീരുമാനമായിട്ടുണ്ട്. വേറെ ആരും ഇത് ചെയ്യില്ലല്ലോ, വേറെ ആർക്കും ഒരു ഇതില്ല. കുഞ്ഞിനെ കളയണം, മഞ്ജുവിനെ ഇവിടെ നാട്ടുപെടുന്ന ഒരു ലക്ഷ്യം സ്വപ്നയ്ക്ക് മാത്രം അവിടെ ഉള്ളത്. അപ്പോൾ സ്വപ്ന ചെയ്തത് നമുക്ക് എന്തായാലും അറിയണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനുമായിട്ട് നമ്മുടെ മഹിമൻ്റെയാണ്. മഹിമ കോളേജിൽ പോയിട്ട് ഇങ്ങനെ എങ്ങോട്ട് വരാന്തി കൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അബിൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അബിൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ബാക്കിൽ കൂടെ വന്നിട്ട് അവളുടെ കണ്ണും വായൊക്കെ പൊത്തിയിട്ട് അവളെ ക്ലാസ് റൂമിലേക്ക് കയറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമയാണെങ്കിൽ അത് അവനെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇറുക്കി പിടിച്ച പോലെയാണ് പിടിക്കുന്നത്. എന്നിട്ട് തട്ടി മാറ്റുന്നുണ്ട്. നിനക്ക് എന്താണ്ടാ വേണ്ട നമ്മുടെ മഹിമ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ എന്നോട് ചൂടാവണം? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? ഇതുവരെ നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വന്നിട്ടുണ്ടോ? നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഇപ്പം നിനക്ക് എന്താ വേണ്ടത്? അല്ല, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പിന്നെ നിന്റെ ആ ഒരു വീഡിയോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ മഹിമ ആ ഒരു ദേഷ്യമൊക്കെ കളയണം കേട്ടോ. ആള് പറഞ്ഞതൊക്കെ വെറുതെ ആയെന്ന് പറഞ്ഞിട്ട് പറയണം. നീ മുകുന്ദനെ അഭിനയം മാത്രമല്ലേ പരിഗണിക്കണോ, എന്നെയും കൂടി പരിഗണിച്ചു, നിർത്തടാ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ദേഷ്യത്തോടെ സംസാരിക്കാൻ കേട്ടോ. എന്താണ്, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിന്നോടൊരു ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് തൊലി അഴിഞ്ഞു പോകാനുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മഹിമ നിൽക്കണം കേട്ടോ. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ആൾക്കാരനെ വിളിച്ചു കൂട്ടും, നീ ആൾക്കാരനെ വിളിച്ചു കൂട്ടിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, നീ തന്നെ നാണം കെടാൻ പോകണം, ഞാനൊന്നല്ല പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മുടെ മഹിമ മെല്ലെ ആ ഒരു സംസാരം ഒഴിവാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.